മഹാഭാപമാണെങ്കിൽ ക്ഷമിക്കുക പറഞ്ഞല്ലേ. ഈ ഒരു പൈലറ്റ് ചെയ്യുന്നത് മറ്റേ പൈലറ്റ് ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ശ്രദ്ധിച്ചോളണമെന്നില്ല. ആ എൻജിൻ 1, 2 ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞപ്പോഴാണ് എനിക്കറിയാവുന്നത്. കാര്യം 1 കഴിഞ്ഞിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞ് മറ്റേത് ഓഫ് ആവാനുള്ള സാധ്യതയില്ല. അതിന് മിനിമം 4 സെക്കൻഡ് എടുക്കേണ്ടി വരും. അതൊക്കെ ഇനി കൂടുതൽ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശ്രീ ഷാബു പ്രസാദ്, നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ 260ഓളം ജീവനുകളില്ലാതായ ഒരു സംഭവം, അതിനെ തുടർന്ന് നമ്മുടെ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഫ്ലറിഷിംഗ് ആണ് എന്ന് നമ്മൾ വലിയ തോതിൽ അഭിമാനപ്പെടുന്ന ഒരു മേഖലയാണ്. ആക്സിഡന്റിന്റെ സാധ്യതയാണെങ്കിൽ പോലും ഏറ്റവും കുറവാണ് വ്യോമയാന മേഖലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എന്നുള്ളത് പ്രധാനമാണ്. അത്രമേൽ ഡെഡിക്കേറ്റഡ് ആയ, അത്രമേൽ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ജീവനുകളാണ് കൊണ്ടുപോകുന്നത് എന്ന് നല്ല ഉറച്ച ബോധ്യമുള്ള എക്സ്പേർട്സ് ആണ് അത് നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം കൃത്യമാണ്. അവിടെയാണ് നമ്മൾ അഭിമാനത്തോട് കൂടെ കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിയുടെ ഭാഗമായ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന്, എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുന്നത്. അതേ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി, അത് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളോ അന്വേഷണമോ എല്ലാം ആകട്ടെ അന്താരാഷ്ട്ര ഏജൻസികളുമായി ക്ലബ് ചെയ്ത് തന്നെയാണ് അതിന്റെ അന്വേഷണമൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പക്ഷെ കൃത്യമായ കാരണം കണ്ടെത്തുക, അത് ജനങ്ങളെ ബോധിപ്പിക്കുക എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. സ്പെക്കുലേഷൻസ് പാടില്ല എന്നുള്ളത് പൂർണ്ണമായും അംഗീകരിക്കുമ്പോഴും ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്, ആളുകളോട് പറയാൻ പോന്നതാണ്? മാധു, നമുക്കൊക്കെ വിശ്വസിക്കാൻ താല്പര്യം, നമുക്ക് ഏറ്റവും ഇഷ്ടം, അതായത് കാര്യം ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ഹ്യൂമൻ എറർ ഇല്ല എന്ന് തന്നെ, അങ്ങനെ തന്നെ കരുതാനാണ് എൻ്റെയും ഇഷ്ടം, എൻ്റെയും താല്പര്യം അത് തന്നെയാണ്. നോക്കൂ, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ 2 വിമാനാപകടങ്ങൾ, വലിയ വിമാനാപകടങ്ങൾ, ഒന്ന് മംഗലാപുരത്തേതും മറ്റൊന്ന് കോഴിക്കോട്ടേതുമായിരുന്നു. ഈ 2ഉം ടേബിൾ ടോപ്പ് റൺവേ ആണ്. ഇത് 2ഉം സംഭവിച്ചത് പൈലറ്റിൻ്റെ എറർ കൊണ്ടായിരുന്നു. പക്ഷേ ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ, ആദ്യം പുറത്തു വന്ന നിഗമനങ്ങൾ, അത് വിമാനത്തിൻ്റെ സാങ്കേതിക അല്ലെങ്കിൽ ATC എന്നുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം, ഇതൊക്കെ തന്നെയായിരുന്നു. കോഴിക്കോട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ആ പൈലറ്റാണെങ്കിൽ എയർഫോഴ്സിൻ്റെ എയർഫോഴ്സ് പൈലറ്റായിരുന്നു അദ്ദേഹം. അത്രമാത്രം പരിചയസമ്പന്നനായ പൈലറ്റായിരുന്നു അദ്ദേഹം. പക്ഷേ മഴയുള്ള ആ അന്തരീക്ഷത്തിൽ ഇവിടെ ആ വിഷ്വൽ അബറേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന ATCയുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി റൺവേയുടെ നടുവിൽ, അത് കഴിഞ്ഞിട്ടാണ് ടച്ച് ഡൗൺ ചെയ്തത്. വിമാനം നിർത്താനായില്ല. ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് വിമാനം താഴെ പോകുമായിരുന്നു. കോഴിക്കോട്ട് ഉണ്ടായത് ഏതാണ്ട് സമാനമായ അപകടമായിരുന്നു മംഗലാപുരത്തും നടന്നത്. പക്ഷേ അത് കുറച്ചു കാലം കഴിഞ്ഞ് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ ഇത് 2ഉം പൂർണ്ണമായിട്ടും പൈലറ്റിൻ്റെ എററാണെന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു, അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ അപകടമുണ്ടായി ആദ്യ സമയങ്ങളിലൊക്കെ നമ്മളെല്ലാവരും, കാര്യം ആ ഒരു മാനവികതയുടെ മൂല്യം കൊണ്ടാണ്. ഒരിക്കലും അത് അങ്ങനെ സംഭവിക്കില്ല. ഒരു പൈലറ്റിന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇത്രയും പരിചയസമ്പന്നനായ ഒരു പൈലറ്റിന് അങ്ങനെ സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെ തന്നെയാണ് ബൈ ഡിഫോൾട്ട് ഞാനും മാധവും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ചിന്തിക്കുക. ഈ 1 മാസം മുമ്പ് ഈ അപകടം ഉണ്ടായപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടതാണ്, എൻജിൻ 2ഉം ഫെയിലായി എന്നുള്ളത് ഉറപ്പായി. കാര്യം അതിൻ്റെ റാറ്റ് താഴേക്ക് വന്നിരുന്നു. റാറ്റ് താഴേക്ക് വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ നിന്ന് വിമാനത്തിലേക്കുള്ള എല്ലാ വൈദ്യുത ബന്ധങ്ങളും നിലയ്ക്കുമ്പോൾ എമർജൻസി ആയിട്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ള സംവിധാനമാണ് റാറ്റ്. ആ റാറ്റ് താഴേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻജിൻ നിന്നു എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, പൈലറ്റിൻ്റെ മെയ്ഡേ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു, നോ ത്രസ്റ്റ് എന്ന് പറയും. ത്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഒന്നും തന്നെയാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 എഞ്ചിനും കൂടി എങ്ങനെ ഫെയിലായി എന്നുള്ളത്, അത് അസംഭവ്യമാണ്. 2 എഞ്ചിനും കൂടി ഒരുമിച്ച് ഫെയിലാവുക എന്നുള്ളത്, അതിന് 2 സാധ്യതകളാണ്. ശ്രീ ഷാബു പ്രസാദ്, അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, അത് വളരെ സാങ്കേതികമായി സംഭവിച്ചതാകാനല്ലേ സാധ്യത എന്നുള്ളത്. അവിടെ കമാൻഡിലിരിക്കുന്ന പൈലറ്റ് ഉണ്ട്, കോ പൈലറ്റ് ഉണ്ട്, ഇത് മോണിറ്റർ ചെയ്യുന്ന മുതിർന്ന പൈലറ്റ് ഉണ്ട്. ഇതിൽ ഒരു എഞ്ചിനുമായി ബന്ധപ്പെട്ട ഒരു ഹ്യൂമൻ എറർ ഉണ്ടായാൽ പോലും അത് മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ രണ്ടാമതൊന്നും ആവർത്തിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു പൈലറ്റിന്റെ പിഴവ് എന്ന് കാണാൻ കഴിയുകയുള്ളൂ. നോക്കൂ, ഞാൻ പറയാതെ അല്ല, ഞാനതിനെ അടിവരയിട്ട് പോകുകയല്ല. നമ്മൾ ആ ലോജിക്കലി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമതൊക്കെ ഈ 2 സ്വിച്ചുകളും അടുത്തടുത്താണുള്ളത്. തൊട്ട് വലതുവശത്തും ഇടതുവശത്തുമാണ് ഈ സ്വിച്ചുകളുള്ളത്.
ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഏവിയേഷനിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാനൊരു ഇതിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ശാസ്ത്ര വിദ്യാർത്ഥി മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകാം, ക്ഷമിക്കുക. എങ്കിലും ഞാൻ പറയുകയാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊണ്ട് ഈ ടേക്ക് ഓഫ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പൈലറ്റുമാരും എക്സ്ട്രീംലി എൻഗേജ്ഡ് ആണ്. റൺവേയിൽ കൂടെ വിമാനം ഓടിത്തുടങ്ങുന്നു. അത് ടേക്ക് ഓഫിനുള്ള ആ സ്പീഡ് 160 നോട്ട് അത് എത്തുന്നു. ഫ്ലാപ്പുകൾ താഴേക്ക് വരുന്നു. അത് ആ ത്രസ്റ്റ് അക്വയർ ചെയ്ത് അത് മുകളിലേക്ക് ഉയർന്ന് കഷ്ടിച്ചൊരു 200-300 അടി എത്തുമ്പോൾ ഇതിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ പിൻവലിയുന്നു. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ആയിട്ട് ഈ 2 പേരും ഒരേപോലെ എൻഗേജ്ഡ് ആണ്. ഓവറോൾ ഇൻചാർജ് എപ്പോഴും ക്യാപ്റ്റന് തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇതിനിടയിൽ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞ മഹാഭാപമാണെങ്കിൽ ക്ഷമിക്കുക എന്നല്ലേ, ഈ ഒരു പൈലറ്റ് ചെയ്യുന്നത് മറ്റേ പൈലറ്റ് ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ശ്രദ്ധിച്ചോളണമെന്നില്ല. ആ എൻജിൻ 1, 2 ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞപ്പോഴാണ് എനിക്കറിയാവുന്നത്. കാര്യം 1 കഴിഞ്ഞിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞ് മറ്റേത് ഓഫ് ആവാനുള്ള സാധ്യതയില്ല. അതിന് മിനിമം 4 സെക്കൻഡ് എടുക്കേണ്ടി വരും. അതൊക്കെ ഇനി കൂടുതൽ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശരി, അല്ല അത് മാനുവൽ ആണെങ്കിൽ എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞത്. മാനുവൽ ആണെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വരുമോ? അത് അതെ. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ജേക്കബ് ഫിലിപ്പ്, അങ്ങേക്ക് കേൾക്കാമോ? ഇല്ലെങ്കിൽ മറ്റൊരു സാധ്യത മറ്റൊരു സാധ്യത ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ട്. ആ സെൻട്രൽ സിസ്റ്റത്തിന് എന്തോ പരാജയപ്പെട്ടു, അതിന്റെ സോഫ്റ്റ്വെയർ ഫെയിലിയർ ഉണ്ടായി, അങ്ങനെയും സംഭവിച്ചതാകാം. ശരി.